സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന കോക്കനട്ട് ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫേഷ്യൽ ചെയ്യാനായിട്ട് പോകുന്നത്. കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഫേഷ്യൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരിസിൻ്റെ ക്ലെൻസിങ് മിൽക്ക് യൂസ് ചെയ്തിട്ടാണ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫേസ് വാഷാണോ ഉള്ളത് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഫേസ് വാഷ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം പച്ചപ്പാൽ യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലെൻസിങ് മിൽക്ക് അടിപൊളിയാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഇതേപോലെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മതി. ഇത് കുറച്ചെടുത്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഈ ഒരു ക്ലെൻസിങ് മിൽക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോടൊപ്പം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. നല്ലൊരു പ്രോഡക്റ്റാണ്, വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തു, നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഞാനിതൊന്ന് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പാണ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് കോക്കനട്ട് ഓയിലാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. അപ്പം ഞാനിവിടെ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്പൂൺ അരിപ്പൊടിയാണ്. അരിപ്പൊടിയിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അത് ഞാൻ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ തിക്ക് പേസ്റ്റായിട്ട് നമ്മൾ എടുക്കണം. ഇനി ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. നമ്മുടെ അരിപ്പൊടിയും പഞ്ചസാരയും കോക്കനട്ട് ഓയിലും കൂടെയുള്ള ആ ഒരു മിക്സ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ലിപ്സിന് സൈഡിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിന്നൊന്ന് ക്ലിയർ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മസാജിങ് ക്രീം തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഫേസ് ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കട്ടെ. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് തൈരാണ്. ഈ ഒരു തൈരിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ഫേഷ്യൽ നമ്മൾ സാധാരണക്കാരായ വീട്ടമ്മമാർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ്. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള ഫേഷ്യലാണ്. നമ്മൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന അതേ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യലിൽ നിന്നും കിട്ടുന്നതായിരിക്കും. ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മസാജിങ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകൾ മാറാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫേസ് നന്നായിട്ട് തുടച്ചെടുക്കട്ടെ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പം ഞാനിവിടെ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചെറുപയർ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു സ്പൂൺ ചെറുപയർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക.
അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തൈരാണ്. 1 സ്പൂൺ തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തിക്ക് പേസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു പാക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഹോം മെയ്ഡ് ഫേഷ്യൽ നമുക്ക് ആഴ്ചയിൽ 1 തവണ ചെയ്ത് കൊടുത്താൽ മതി. 1 തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ. അടുത്തായിട്ട് നമ്മൾ ഫേസിലൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ക്രീമാണോ ഉള്ളത് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് റൈസ് സെറാമൈഡിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ് കേട്ടോ. എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. നമ്മുടെ ഫേസിലെ ഡ്രൈനെസ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.